ഡോക്ടർ എൻ അജിത് കുമാർ, KCA മുൻ സെക്രട്ടറി, അങ്ങേ കേൾക്കുമ്പോൾ അങ്ങേക്ക് അമ്പരപ്പ് തോന്നുന്നുണ്ടോ? കാരണം ഒരു 6-7 പെൺകുട്ടികളെ പിച്ചി ചീന്തുന്ന ഒരു പരമനാറി ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത്രയും കാലം ഇരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഈ സംവിധാനത്തെ കുറിച്ചുകൂടി ലജ്ജിക്കേണ്ട സാഹചര്യമാണ്. പിന്നെ ഇപ്പറയുന്ന മുൻപൊരു കേസ് 2 വർഷം മുമ്പൊരു കേസ് വന്നപ്പോൾ അതിൽ അക്വിറ്റ് ചെയ്തു, അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നുകൂടി സിസ്റ്റത്തിൻ്റെ മുന്നിലേക്ക് ഇയാളെക്കുറിച്ച്, ഈ വ്യക്തിയെക്കുറിച്ച് കാര്യങ്ങൾ വന്നതാണ്. എന്നിട്ട് കൂടി ഈ പെൺകുട്ടികളെയൊക്കെ വലിച്ച് എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ് അവൻ്റെ കൈകളിലേക്ക് ഈ കുട്ടികളെ പരിശീലനത്തിന് അയച്ചത്. അപ്പോൾ ഗുരുതരമായ വീഴ്ച സിസ്റ്റത്തിനോട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഗുരുതരമായ വീഴ്ചയാണ്, യാതൊരു സംശയമില്ല. കാരണം 2 വർഷം മുമ്പ് ഒരു കേസ് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു കേസ് ഇയാളുടെ അഗേൻസ്റ്റ് ഉണ്ടാവും, ഇയാളുടെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യണ്ടേ KCA? അതും പെൺകുട്ടികളാണ്. പെൺകുട്ടികളോട് ഇത്ര അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ്, ഇത് നമുക്കറിയാമോ, ഈ പോക്സോ കേസുകൾ പലതും സെറ്റിൽ ചെയ്യുന്നതിന്റെ മെത്തേഡ്സ് ഒക്കെ നമുക്കൊക്കെ അറിയാം. എങ്ങനെ പണത്തിന്റെ പവറിലും രാഷ്ട്രീയ ബലത്തിലും ഓരോ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ കാണിച്ചും എങ്ങനെ കുട്ടികളെ നിർത്തല. മാത്രമല്ല പേരൻസിനും ഉണ്ട്. കാരണം കുട്ടിയെ കുറിച്ച് വളരെയധികം പബ്ലിസിറ്റി വന്നിട്ട് ആ കൊച്ചിന്റെ ഭാവിയെ പറ്റി കാരണം പെൺകുട്ടിയാണ്, കുട്ടിയുടെ ഭാവിയെ പറ്റി അറിഞ്ഞിട്ട് ചിലപ്പോൾ പലപ്പോഴും എന്താ പറയണേ, പേരൻസും ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നടന്നതിന് ശേഷം, കാരണം വളരെ വ്യക്തമായി, കാരണം ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഞാനൊന്ന് അന്വേഷിച്ചപ്പം, അതും ഇപ്പോഴും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പലരോടും സംസാരിച്ചപ്പം എല്ലാവരും പറയുന്നത് ഇയാളൊരു നിത്യരോഗിയാണെന്നാണ്. എല്ലാവർക്കും അറിയാത്, KCA എല്ലാവർക്കും അറിയാം. പല മെമ്പേഴ്സിനും സംസാരിച്ചപ്പോ അവർ പറയുന്നത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അദ്ദേഹത്തിന് വലിയ ആൾക്കാരുടെ നല്ല പിടിപാടുണ്ട്. ഇയാളെ അതാണ് ചോദിക്കാൻ തുടങ്ങിയത്. ഇവനെ സംരക്ഷിക്കുന്നത്, ഈ ഫ്രോഡിനെ, ഈ പരമ ഫ്രോഡിനെ സംരക്ഷിക്കുന്നത് ആരാണ്? ഇത്തരം കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നെങ്കിൽ അത് വളരെ ഗുരുതരമാണ്, അങ്ങേയറ്റത്തെ ഗുരുതരമാണ്. കാരണം ഈ അവർക്കെതിരെയും അറിഞ്ഞ ആളുകൾക്കെതിരെയും ക്രൈമിട്ട് FIR ഇട്ട് കേസെടുക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഇയാൾക്ക് ബലമേകുന്ന, ഇയാൾക്ക് സംരക്ഷണം നൽകുന്ന വലിയൊരു അധികാരശേഷി ആരാണ്? അങ്ങേക്ക് എന്തെങ്കിലും സൂചനകളെങ്കിലും നൽകാൻ കഴിയുമോ? അല്ല, എനിക്ക് തോന്നുന്നു ശരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാന്ന് പറയാനായിട്ട് യാതൊരു ഇൻഡിക്കേഷനും ഇല്ല. പ്രസിഡന്റും സെക്രട്ടറി ഇത് അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവര് പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യത അവർക്കില്ല. ഞാനിപ്പോ KCA സെക്രട്ടറിയുടെ ഒരു ഇത് കണ്ടു, ബൈറ്റ് കണ്ടു. അദ്ദേഹം പറയണു, അല്ലെ സോറി, KCA സെക്രട്ടറിയുടെ ഒരു നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന കണ്ടു. അയാൾ രാജിവെച്ചതിന് ശേഷമാണ് കംപ്ലൈന്റ്. എന്താണിത്? രാജിവെച്ചതിന് ശേഷമാണ് ഈ കംപ്ലൈന്റ് വന്നതുകൊണ്ട് KCAക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഇത് നടന്നപ്പോഴാണ് അദ്ദേഹം KCAയുടെ കോച്ചായിട്ട്. എന്തുകൊണ്ട്? അത് പ്രത്യേകിച്ച് KCA പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ KCA പ്രസിഡന്റ് തിരുവനന്തപുരത്തല്ല, KCA സെക്രട്ടറി തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അയാൾ എങ്ങനെയാണ് ഈ കേരളം മുഴുവൻ നോക്കാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി, ശ്രീ അജിത് കുമാർ, കാരണം ഒരുപാട് മഹാന്മാർ, മഹനീയ വ്യക്തികളൊക്കെ ഇരുന്ന ഒരു സിസ്റ്റമാണ് ഈ KCA എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ക്രൈമുകൾ പല രീതിയിൽ ഉണ്ടാകുന്നു. അതിനെ തടയിടാൻ തക്ക രീതിയിലുള്ള നിയമങ്ങൾ ബലപ്പെടുത്തുന്നു. എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികളുണ്ട്. വനിതകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റ് അതോറിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇത്രയും ഫണ്ടുള്ള ഒരു സ്ഥലത്ത് ആ സർവൈലൻസിൽ ഒരു ക്യാമറ പോലും കൊണ്ടുവരുന്നത് ഈ അടുത്ത കാലത്ത് ഈ ക്രൈം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ്. അത്ഭുതം തോന്നുന്നു സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും 2 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ക്രൈം വന്നപ്പം അന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണ്ടായിരുന്നു ക്യാമറ. ഞാനിതാ പറഞ്ഞു, 2 വർഷം മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി 2 വർഷം മുമ്പത്തെ കേസിനെ പറ്റി അറിഞ്ഞത് ഇപ്പം ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് പേരോട് സംസാരിച്ചതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വിവരം മുഴുവൻ അറിയുന്നത്. 2 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ, ഇതുപോലെ പോക്സോ കേസ് വരുന്നു, അത് കോടതിയിൽ പോയി, എന്നിട്ട് അവസാനം ഇയാളെ റിലീസ് ചെയ്തതിന് ശേഷം അപ്പൊ എല്ലാ പ്രോസസ്സും ഒന്ന് നടന്നു കഴിഞ്ഞു. അത്രയും അറിഞ്ഞിരിക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്തുകൊണ്ട് എന്നിട്ടും ഇയാളെ വെറുതെ വിട്ടു? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇയാൾക്ക് അത്രയധികം പിടിപാടുണ്ട്, അതാണ് കാര്യം. അയാളുടെ ഇൻഫ്ലുവൻസ് ആണ് അത് കാണിക്കുന്നത്. അത് KCA ഒഫീഷ്യൽസ് അദ്ദേഹം പറയുന്നത് പോലെ അന്ന് എഗ്രി ചെയ്തുകൊണ്ടാണ്. കാരണം എന്നെപ്പോലെ ആൾക്കാരൊക്കെ, ഞങ്ങളൊക്കെ ശരിക്കും KCAക്ക് വേണ്ടി പ്രയത്നിച്ച ആൾക്കാരാണ്. അതിനേക്കാളും വളരെയധികം പ്രയത്നിച്ച ആൾക്കാർ അവിടെ തിരുവനന്തപുരത്തുണ്ട്. ശ്രീ കരുണാകരൻ നായരെ പോലെ ആൾക്കാർ അവിടെ
ഈ KCAക്ക് വേണ്ടി ഈ വർഷങ്ങളോളം പ്രയത്നിച്ച അദ്ദേഹത്തിന്റെ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന്. കാരണം അത്രയധികം ഞങ്ങൾ ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷന് വേണ്ടി പ്രയത്നിച്ച ആൾക്കാരാണ്. ഇത്രയും ഞങ്ങളുടെ ചോരയിലും നീരിലുമാണ് ഈ KCA ഉയർന്നത്. അന്ന് ആരും തിരിഞ്ഞോ, ഞങ്ങൾക്ക് ഫണ്ടുമില്ല, പൈസയൊന്നും ഇല്ലാത്ത സമയത്ത് പോലും ഇങ്ങനെ ഇതിനെ ഉയർത്തി കൊണ്ടുവന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പൊ പണം ഇഷ്ടംപോലെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് ക്രിക്കറ്റിന് വേണ്ടി നടക്കുന്നതിന് പകരം ഇതുപോലെ ചില ക്രിമിനൽസിനെ ശ്രീ അജിത് കുമാർ, ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ചെയ്തികളൊക്കെ നോക്കുമ്പോൾ ഈ 6 പേർ മാത്രമൊന്നും ആയിരിക്കില്ല. ഇനിയും ഇതൊക്കെ അനുഭവിച്ച് ഇതിന്റെ തിക്തഫലങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളൊക്കെ മറ്റിടങ്ങളിൽ ഒരുപക്ഷെ ഈ സിസ്റ്റത്തിന്റെ ഈ KCA എന്ന് പറയുന്ന പരിശീലന പരിധിക്കും അപ്പുറത്തേക്കുമൊക്കെ ഇയാളുടെ ഈ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കുമ്പോൾ ഒരുപാടുണ്ടാകാമല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നത്? അതല്ല, ഈ എന്താ പറ്റുന്നത്, ഈ കുട്ടികൾക്കൊക്കെ ഈ സെലക്ഷൻ എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടീമിൽ സെലക്ഷൻ കിട്ടണം. കാരണം അറിയാലോ, ഒരു ടീമിനെ ഇപ്പം നമ്മുടെ വനിതാ താരങ്ങളെല്ലാം ഇന്ത്യൻ ടീമിലൊക്കെ കയറുമ്പോൾ അവർക്ക് കിട്ടുന്ന എഡുലേഷൻ, അവർക്ക് കിട്ടുന്ന ആ ഒരു റെക്കഗ്നിഷൻ, അത് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. അത് മാത്രമല്ല, ഈ മനുഷ്യൻ KCAയുടെ വലിയ ആളല്ലേ. കാരണം ഇത്തരം ഒരു പോക്സോ കേസിൽ പെട്ട ആളെ വെറുതെ വിട്ടിട്ട് വീണ്ടും അയാൾ കോച്ചിങ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇയാൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയ പിടിപാടുണ്ടെന്നാണ് ഈ കുട്ടികളുടെ വിചാരം. അത് അയാൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. കാരണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അദ്ദേഹം ഒരു കേസിൽ പെട്ടിട്ട് രക്ഷപ്പെട്ടിരിക്കുക. അത് അദ്ദേഹം വേറൊരു കേസാക്കി മാറ്റി ഒരു ഒഫീഷ്യൽസിനെ കംപ്ലീറ്റ് വേറൊരു ഭാഗത്തേക്ക് ആക്കി അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഒഫീഷ്യൽസ് കേട്ട് ആ കുട്ടികളെ കംപ്ലീറ്റ് അവരുടെ ഭാവിയുടെ പ്രശ്നമാണ്, അവർക്ക് ഇനി ഒരിക്കലും കേരള ക്രിക്കറ്റ് ടീമിൽ കയറാൻ പറ്റില്ല, ഇന്ത്യൻ ടീമിൽ പോകാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ പാവം കുട്ടികളും ആകെ വിഷമിച്ചു. എനിക്ക് നന്നായിട്ട് ഒരു അസോസിയേഷൻ ഒഫീഷ്യൽ എന്ന നിലയിൽ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഒരു ബ്രിജ്ഭൂഷണൊക്കെ ഓർത്തു പോവുകയാണ്. അതിനേക്കാൾ കഷ്ടമാണ്. താങ്കൾ പറഞ്ഞതാണ് ശരി. അതിനേക്കാൾ ബ്രിജ്ഭൂഷണൊക്കെ എത്രയോ പിന്നെയും ഭേദമാണ്. ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ എൽസ്യൂമൻ, ഈ വ്യക്തിയെക്കുറിച്ച് കേൾക്കുമ്പോഴും ഈ സംഭവം കേൾക്കുമ്പോഴും ഡോക്ടർ എൽസ്യൂമൻ എന്താണ് തോന്നുന്നത്? കാരണം ഒരുപാട് പെൺകുട്ടികളുടെ സ്വപ്നമാണ് ഒരു ക്രിക്കറ്റ്, ഒരു കരിയർ, ഭാവിയിലേക്കുള്ള അവർ വാഗ്ദാനമാണ് മനസ്സിൽ സ്വപ്നമാവുന്നത്. അപ്പോൾ അതിനെയൊക്കെ ചൂഷണം ചെയ്യുന്ന അങ്ങേയറ്റത്തെ ഒരു അധമൻ രൂപപ്പെടുന്നു. ആ അധമനെ കുറിച്ച് അറിയാവുന്ന ആളുകളൊക്കെ അത് മറച്ചു വെക്കുകയും ഒരു അധികാരശേഷിയായി ഈ KCAയുടെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറുകയൊക്കെ ചെയ്യുമ്പോൾ വല്ലാതെ അപലപിക്കുകയല്ല, മാത്രമല്ല നമുക്ക് ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും പരാതികൾ വായിക്കുമ്പോൾ ഞെട്ടലുളവാക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു സിസ്റ്റം ഫെയിലിയർ തന്നെയാണ്, അതിനകത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ നമ്മുടെ കേരളത്തില് എല്ലാ ജില്ലയിലും പോക്സോ കോടതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു അന്വേഷണ പരമ്പര തന്നെ നടത്തണം ഈ പോക്സോ കേസസിന്റെ എൻഡ് എന്തായി എന്നുള്ളത്. ഒട്ടുമിക്ക എല്ലാ കേസസും ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് നടത്തി, അത് പണമാണെങ്കിലും രാഷ്ട്രീയപരമാണെങ്കിലും ഇൻഫ്ലുവൻസ് നടത്തി മൊഴി മാറ്റി ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പോയി എന്നെ പോലെയുള്ള സൈക്കാട്രിസ്റ്റുമാർ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊഴി എടുക്കും. പക്ഷെ ആ മൊഴി ആയിരിക്കത്തില്ല പോലീസ് അവിടെ വന്ന് അവതരിപ്പിക്കുന്നത്, മറ്റൊരു മൊഴിയായിരിക്കും, നമ്മൾ കൊടുത്തതായിരിക്കത്തില്ല. നമ്മൾ അവിടെ ചെന്ന് നമുക്ക് പറയാനുള്ളത് പറയുമ്പോൾ അപ്പോൾ ഈ പ്രതി എന്ന് പറയുന്നവരുടെ അഡ്വക്കേറ്റ് എന്താ ചെയ്യുന്നത്, നമ്മളെ വീണ്ടും ഇന്റർഗേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് പോലീസിന്റെ മൊഴിയിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന്. അങ്ങനെ തുടങ്ങി. അത് തന്നെയല്ല, അതിന് മുന്നേ തന്നെ കുട്ടികൾ തന്നെ മൊഴി മാറ്റി പറയും, പേരൻസ് തന്നെ മൊഴി മാറ്റി പറയും. നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് ഫസ്റ്റ് പേരൻസിനെ കുട്ടിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവിടെ തന്നെ മൊഴിമാറ്റൽ നടക്കും. കാരണം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു പോക്സോ കേസ് അറിയിച്ചു കഴിഞ്ഞാൽ അത് പോലീസിനെ വിളിച്ച് അറിയിക്കണം. നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് പോകും. ലൈസൻസ് മാത്രമല്ല, നമുക്ക് നിയമപരമായിട്ട് ശിക്ഷ ഉറപ്പുമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആരും അത് മറച്ചു വെക്കത്തില്ല. പക്ഷെ അങ്ങനെ ഇൻഫോം ചെയ്താൽ പോലും അത് മാത്രമല്ല ഡോക്ടർ എൽസ്യൂമൻ, ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന KCAയുടെയൊക്കെ തന്നെ ഭാരവാഹികൾ, അവരൊക്കെ തന്നെ ചില്ലറക്കാരില്ല, അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ നല്ല രീതിയിലുള്ള ആളുകളാണ്. ടെക്നിക്കലി ഈ മേഖലയിലൊക്കെ തന്നെ കഴിവുള്ള ആളുകളുമൊക്കെയാണ്. അവരൊക്കെയാണ് ഇത് കണ്ടടയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഇടത്ത് കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ മോശമായി അല്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിച്ചുകൊണ്ട് അവർ ഇരകളാക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കത് അറിയാമായിരുന്നു എന്ന് ഈ വിദ്വാൻമാരെ കുറിച്ച് പരമസഹതാപമാണ് നമുക്ക് പറയാനുള്ളൂ. അതും ഈ സിസ്റ്റത്തിന്റെ വളരെ ഫെയിലിയർ അല്ലേ? ഈ നേരത്തെ വന്ന ഒരു മഹാനുണ്ടല്ലോ, ഈ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രതിനിധി, എത്ര ലാഘവത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. കാരണം തെങ്കാശിയിലേക്ക് കൊണ്ടുപോവാണ്, തോന്നിയതുപോലെ കുട്ടികളെ കൊണ്ടുപോവാ ഒരു ഞരമ്പ് രോഗി വിചാരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകുന്നു, പണപ്പിരിവ് നടത്തുന്നു, തോന്നിയതുപോലെ. അതും നമ്മൾ നോക്കണം. BCCI എന്ന് പറയുന്ന ആ സിസ്റ്റത്തെ കൂടി ഇവിടെ കരുവാക്കി കൊണ്ടാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത്. ഇതൊക്കെ അറിവുള്ള ആളുകളാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ന്യായീകരിച്ച് വിശദീകരിക്കുന്നത്.
തീർച്ചയായിട്ടും അത് തന്നെയല്ല, ഈ സെക്ഷൽ ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാനുള്ള കമ്മിറ്റി, പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അത്തരം ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റി അനിവാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റി വരുമ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെയാണ് അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് എന്ന് പേരൻസിനെയും കുട്ടികളെയും ബോധവൽക്കരിച്ചു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ആ ഒരു ബോധവൽക്കരണം ഉണ്ടായിരുന്നെങ്കിൽ ഈ തെങ്കാശി ട്രിപ്പും അല്ലെങ്കിൽ ന്യൂഡ് ഫോട്ടോസ് എടുക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ അത് ശരിയായിട്ടുള്ള ഒരു പോക്കല്ല എന്ന് പേരൻസിനും കുട്ടികൾക്കും ഒരു തിരിച്ചറിവ് പോലും ഉണ്ടായേനെ. ഇതിപ്പോ പാവം കുട്ടികൾ ബലിയാടാകുകയാണ് ചെയ്തത്. കാരണം ഇതൊരു അവിടെ പോയുള്ള പരിശീലനം എന്ന് പറഞ്ഞ് ലോഡ്ജിന്റെ മുറികളിലൊക്കെയും കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഫോട്ടോസ് അനാവശ്യമായിട്ടുള്ളത് എടുക്കുക. അപ്പൊ ഇതിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് കുട്ടികൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായം കൂടെയാണ് നമ്മൾ കണക്കാക്കണം. കാരണം ഇതെല്ലാം മൈനർ ആണ്, ഈ കുട്ടികളെല്ലാം തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ച് ഈൽഡ് ചെയ്ത് കൊടുക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. അത് തന്നെയല്ലേ ഇത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും പ്രതികരണശേഷി ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാകാം. പ്രതികരണശേഷിയുള്ള കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസിന്റെ കാരണം അതിന്റെ ഒരു അതിപ്രസരം കൊണ്ട് മൊഴിമാറ്റി പറയേണ്ട ഗതികെട്ട ഒരു വിഭാഗക്കാരായിരിക്കാം പക്ഷേ കുട്ടികൾ. അല്ലെങ്കിൽ ഈ എതിർ ഭാഗത്തുള്ള ആളിന്റെ പവറും അല്ലെങ്കിൽ ആ ആളിന്റെ ഇൻഫ്ലുവൻസും വെച്ച് അവർക്ക് പിന്നീട് ജീവിക്കാൻ തന്നെ അസാധ്യമാകുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട് എന്ന് സംശയിച്ചും ഭയന്നും മിണ്ടാതെ ഇരിക്കുന്ന അനേകം കുട്ടികൾ ഉണ്ടാകാം. ഇപ്പോൾ യാതൊരു കാരണവശാലും ഇതൊരു 6 എന്നുള്ള നമ്പറിൽ ഒതുങ്ങത്തില്ല. കാരണം 10 വർഷമായിട്ട് ഈ പറയുന്ന വ്യക്തി ആ പോസ്റ്റിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനപ്പുറമായിരിക്കാം നമ്പേഴ്സ്. പക്ഷെ എത്ര കുട്ടികൾ തുറന്നു പറയും? പിന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, കുട്ടികൾ തുറന്നു പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് കണ്ടുവരുന്നത്? സമൂഹം വീണ്ടും വീണ്ടും അവരെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ തെറ്റ് ആയിട്ട് വ്യാഖ്യാനിക്കുക, മാതാപിതാക്കളുടെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക, ഇങ്ങനെയൊക്കെയും പറഞ്ഞ് അവരെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് വീണ്ടും തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത്. എൻ അജിത് കുമാർ, അവസാനമായി ഈ ഓരോ സംഭവങ്ങളും, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അത് പുറം ലോകം അറിയുകയും അതൊരു ചൂണ്ടുപലകയായി ആ സിസ്റ്റത്തിലെ ഒരു തിരുത്തലിന് വിധേയമാവുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത്. സമാന രീതിയിൽ ഇത്തരത്തിൽ പീഡനങ്ങൾ ഏൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇനി ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളിലൊക്കെ ഇതൊരു തിരുത്തൽ ചാലകശക്തിയായി മാറണം. അതിൻ്റെ ഉപരി ഘടകങ്ങൾ അവരാണ് ഒരു ക്രിയാത്മകമായ രീതിയിലൊരു സ്ക്രീനിങ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ KCയെ സംബന്ധിച്ചോളം ഇത് ഗൗരവമായി എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണ് ചെയ്യേണ്ടത്? കാരണം ഇനിയും ഒരുപാട് കരിയർ സ്വപ്നങ്ങളുമായി വരുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകണം, നല്ല നല്ല പരിശീലകർ ഉണ്ടാകണം. ആ നിലയ്ക്ക് ഈ സംഭവം മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഒരു സന്ദേശം കൂടി എന്താണ്? ആദ്യമായിട്ട് ഇത് ശരിക്കും വിമൻസ് ക്രിക്കറ്റിന് വലിയൊരു സെറ്റ് ബാക്ക് ആണ്. ഇതുപോലൊരു സെറ്റ് ബാക്ക് എനിക്ക് തോന്നുന്നില്ല വിമൻസ് ക്രിക്കറ്റ് ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാഷണൽ ലെവലിൽ ഇങ്ങനത്തെ കേട്ടിട്ടില്ല. ക്രിക്കറ്റില് മറ്റ് ഗെയിംസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പീഡനമൊക്കെ നടത്തുന്ന കാര്യം. പക്ഷെ ക്രിക്കറ്റിൽ സാധാരണ ഒരു നമ്മളെ കോച്ചസ് ഒക്കെ, ഇപ്പൊ നമ്മുടെ രമേശ് പവാർ, അദ്ദേഹം വർഷങ്ങളായിട്ട് നാഷണൽ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ കോച്ചാണ്. അവരെ പറ്റി അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ് ഇതെന്നൊക്കെ പറയണെങ്കിലും അദ്ദേഹത്തിന് ഇങ്ങനത്തെ കഥകളൊന്നും ആരും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് നടക്കുമ്പം എനിക്ക് ഏറ്റവും വിഷമം എന്താന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് ഇയാൾക്ക് അഗൻസ്റ്റ് ഇങ്ങനത്തെ ഒരു എലിഗേഷൻ വന്നപ്പം KC എന്താ ചെയ്യേണ്ടിരുന്നത്? അറ്റ്ലീസ്റ്റ് ഇയാളെ വിമൻസ് ക്രിക്കറ്റ് ഒന്ന് മാറ്റേണ്ടതായിരുന്നില്ലേ? കാരണം ഇങ്ങനെ ഒരു എലിഗേഷൻ വന്ന സ്ഥിതിക്ക് ഇനി വീണ്ടും എലിഗേഷൻ, കാരണം ഒരാൾ ഒരു തവണ ചെയ്താൽ അയാൾ 2ാമത്തെ തവണ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം. കാരണം ആദ്യത്തെ തവണ ചെയ്യുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്, 2ാമത്തെ തവണ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അത് നമുക്ക് അറിയാവുന്നതാണ്. KC ചെയ്യേണ്ടത് അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ്ലി വിമൻസ് ക്രിക്കറ്റിന് മാറ്റേണ്ടതായിരുന്നു. അതിന് അദ്ദേഹത്തെ വിമൻസ് ക്രിക്കറ്റിൽ കണ്ടിന്യൂ ചെയ്തിരിക്കുക. എനിക്കൊരു സർപ്രൈസും ഇല്ല ഇത്രയും. കാരണം ഒരു കേസ് വരിക എന്ന് പറഞ്ഞാൽ വെറുതെ വരുമോ കേസ്? എന്തായാലും അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവില്ലേ, അല്ലാത്ത കേസ് വരില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് ഞാനത്തെ വിനോദിന്റെ പ്ലേസിൽ ഇങ്ങനെ ആദ്യം ചെയ്തതിനെ ആദ്യം അയാളെ പിടിച്ച് പുറത്താക്കിയനെ, യാതൊരു സംശയമില്ല. ഫസ്റ്റ് ഐറ്റം അയാൾ ത്രോൺ ഔട്ട്. ഞങ്ങൾ പണ്ടൊരിക്കലും ഒരു കോച്ചിനെ വെച്ചിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പരാതി വന്നപ്പോൾ ഞങ്ങൾ ഡിസ്മിസ് ചെയ്തു അയാളെ, യാതൊരു സംശയമില്ല. ആദ്യം ചെയ്യേണ്ടത് അതായിരുന്നു. അതിന് പകരം അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, വീണ്ടും വിമൻസ് ക്രിക്കറ്റിലേക്ക് നയിക്കുക. അവിടെയാണ് KCയുടെ തെറ്റ്. ഇങ്ങനെ ഒരു കേസ് വന്ന സ്ഥിതിക്ക്, കേസ് വന്നിരുന്നില്ല എങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു. നേരത്തെ ഒരു കേസ് വന്നു, അത് കൃത്യമായിട്ട് കോടതിയിൽ പോയി, എന്നിട്ട് മൊഴി മാറ്റത്തൊക്കെ നമുക്കറിയാലോ കേസ് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ. നമ്മുടെ മാഡം അത് വളരെ നന്നായിട്ട് സംസാരിച്ചു ആ കാര്യങ്ങളെ പറ്റി, ആ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പം എന്ത് വന്നാലും ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാള്. ആ സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന വ്യക്തിയെ വീണ്ടും അതേ സ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു. അവര് തന്നെയാണ് ഇയാൾക്ക് വളം വെച്ചു കൊടുത്തത്.
യാതൊരു സംശയവും. തീർച്ചയായും അതാണ് ഡോക്ടർ എൻ അജിത് കുമാർ പറയുന്ന. അജിത് കുമാറിനെ പോലെ ഇരുന്ന മഹനീയ വ്യക്തികളൊക്കെ ഇരുന്ന ആ സ്ഥാനത്തിരിക്കുന്ന ഇപ്പോഴത്തെ മഹാന്മാർ കേൾക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾക്കിതിൽ നിന്നും കൈയൊഴിഞ്ഞ് വിശദീകരിച്ച് പോകാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ സംരക്ഷണയിൽ കൂടിയാണ് ഈ വിരുദ്ധൻ, ഈ ഫ്രോഡ് വളർന്നത്. ആ പെൺകുട്ടികളെ വീണ്ടും ഈ ഫ്രോഡിൻ്റെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട്. അവസാനമായി ഡോക്ടർ എൽസി, ഈ മാതാപിതാക്കളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ്, അതായത് ഈ പിഞ്ച് പ്രായത്തിൽ തന്നെ അവരുടെ ക്രിക്കറ്റ് മോഹങ്ങൾ സ്വപ്നങ്ങളായിട്ടാണ് അവർ ഈ കളിക്കളത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതും അതിന് നല്ല പറ്റിയ ഒരു കോച്ച് അല്ലെങ്കിൽ നല്ല ഒരു സെൻറ്റർ എന്നൊക്കെ സ്വപ്നങ്ങളുമായി വിടുന്നത്. അപ്പോൾ അവർക്ക് കൂടി കൺതുറക്കേണ്ട കാര്യങ്ങൾ ഈ വിഷയത്തിലില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒരു 3 തൊട്ട് 6% വരെ ആൾക്കാർ കുട്ടികളോട് അഭിനിവേശമുള്ളവരാണ്. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. നമുക്ക് 2 തരത്തിൽ ഇവരെ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ മുതിർന്നവരോടും കുട്ടികളോടും ഒരേപോലെ അഭിനിവേശം തോന്നുന്ന മാനസികാവസ്ഥയുള്ളവർ. എന്നാൽ ചിലരാകട്ടെ കുട്ടികളോട് മാത്രം അഭിനിവേശം തോന്നുന്നവർ. ഇതൊക്കെ റിസർച്ചിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഖ്യയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ രണ്ടാം വിഭാഗക്കാരെയും എഗെയിൻ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. അതായത് 50% ആൾക്കാർ കുട്ടികളോട് നേരിട്ട് അതിക്രമം കാണിക്കുന്നവരുണ്ട്. അതിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. 6 വയസ്സിന് താഴെയുള്ള പിഞ്ചു കുട്ടികൾ, അല്ലെങ്കിൽ യൗവനപ്രാപ്തി, അവരെ നമുക്ക് പീഡോഫീലിയ എന്ന് പറയാം. പിന്നെ യൗവനപ്രാപ്തി ആയി എന്നാൽ 14 വയസ്സിന് താഴെ, അതിനെ ഹെബിഫിലിക് എന്ന് പറയാം. മൂന്നാമത്തെ പറഞ്ഞാൽ യൗവനപ്രാപ്തിയായി 14 വയസ്സിന് മുകളിൽ. ഇങ്ങനെ തരം തിരിച്ച് തന്നെ സൈക്കോളജിക്കലി അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവര്. അപ്പൊ ഇക്കൂട്ടർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇതിനകത്തുള്ള റിമൈനിങ് 50% ആൾക്കാർ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അക്രമം കാണിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ഭാവന കണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിത്രങ്ങൾ കണ്ടോ, പോൺ മൂവീസ് കണ്ടോ ഒക്കെയും അവരുടെ ആ ഒരു ഏർജ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും മാതാപിതാക്കളും കുട്ടികളും ഒരേപോലെ മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴാണ് ഏതൊരു കുട്ടിയാണെങ്കിലും, അത് ക്രിക്കറ്റ് ആകാം, അല്ലെങ്കിൽ മറ്റ് കലയാകാം, അല്ലെങ്കിൽ പാഠ്യേതര വിഷയമാകാം, പഠന വിഷയമാകാം, ഇതിനൊക്കെയും കോച്ചിങ്ങിനും ട്രെയിനിങ്ങിനും ഒക്കെ പോകുമ്പോൾ കുട്ടികളും മാതാപിതാക്കളും ഒരേപോലെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ളവരും ആ കൂട്ടത്തിൽ ഉണ്ടാകാം. ട്രെയിനേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ കളീഗ്സ് ആയിട്ടോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നും എങ്ങനെ അതിൽ നിന്നും രക്ഷ തേടണമെന്നും. രണ്ടുപേർക്കും നന്ദി. ഡോക്ടർ എൻ അജിത് കുമാറും ഒപ്പം ഡോക്ടർ എൽസി ഉമ്മൻ വളരെ വിലപ്പെട്ട നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ, ഗൗരവമേറിയ വിഷയത്തിൽ നടത്തിയതിന് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ട ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു. ഒരു പരിശീലകൻ നടത്തിയ പീഡന പരമ്പരയുടെ വാർത്തകൾ. ഇരയായത് 6ഓളം പെൺകുട്ടികളാണ്, പരിശീലനത്തിനെത്തിയ 6ഓളം പെൺകുട്ടികളാണ്. KCAക്ക് ഈ സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ക്രിക്കറ്റ് അസോസിയേഷന് കീഴിലുള്ള ഒരു പരിശീലകനാണ് ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത്. ഒരു കേസിൽ അദ്ദേഹം ഇപ്പോൾ അഴിയെണ്ണുകയാണ്, ജയിലിലാണ്.